മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. നമ്മുടെ 6th CBSE ഒരു ചാപ്റ്റർ ആയിരുന്നു ന്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ഐഡിയാസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് മൊണാസ്ട്രീസ്. എന്താണ് മൊണാസ്ട്രീസ്? എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? എന്താണ് ഈ മഠങ്ങൾ എന്നൊക്കെ പറയില്ലേ? ഓക്കെ, ഇതാണൊക്കെ മൊണാസ്ട്രീസ് ആണ്. എന്താ മൊണാസ്ട്രീസിന്റെ പ്രത്യേകത? നമ്മുടെ ഈ ജൈന മതത്തിലുള്ള ആൾക്കാരും ബുദ്ധമതത്തിൽ ബുദ്ധിസ്റ്റുകളും ചൈനീസ്റ്റുകളും ഒക്കെ എന്താണ് ഇവരിങ്ങടെ പ്ലേസ് ടു പ്ലേസ് എന്താണ് ഒരു വർഷം തന്നെ വർഷങ്ങൾ എന്താണ് അവർ പ്ലേസ് ടു പ്ലേസ് ഇങ്ങനെ ട്രാവൽ ചെയ്യും. ആ സമയത്ത് എന്തിനു വേണ്ടിയിട്ട് ടീച്ചിങ്ങിലെ ആൾക്കാരുകൾക്കിടയിൽ എന്താണ് ടീച്ചിങ്ങിന് വേണ്ടി അവർക്ക് അവരുടെ ചിന്തകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ എല്ലാവരുടേക്കും ഐഡിയാസ് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താ അവർ വർഷം തോറും എന്താണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ ജൈനമതക്കാരും ബുദ്ധിസ്റ്റുകളും ഒക്കെ. ഓക്കെ, ആ സമയത്ത് അവര് ആകെ എന്താണ് മഴയുള്ള സമയത്ത് ഡ്യൂറിങ് ദ റെയിനി സീസൺ മഴയുള്ള സമയത്ത് മാത്രം വെൻ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ട്രാവൽ. അവർക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ഫുള്ള് ട്രാവൽ ചെയ്യാൻ പറ്റൂല. കാരണം മഴയുള്ള സമയത്ത് എന്താണ് അവർക്ക് എവിടെയെങ്കിലും കയറി നിൽക്കേണ്ടി വരില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവരെ സപ്പോർട്ടേഴ്സ് എന്താണ് ഒരു ടെമ്പററി ഷെൽട്ടേഴ്സ് സ്ഥാപിച്ചു. എന്താ ഷെൽട്ടേഴ്സ് എന്ന് പറയുന്നത്? അതാണ് മൊണാസ്ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫോർ ദം ഇൻ ഗാർഡൻസ് ഓഫ് ദേ ലിവ്ഡ് ഇൻ നാച്ചുറൽ കേവ്സ് ഇൻ ഹില്ലി ഏരിയാസ്. ആ ഒരു ഹില്ലി ഏരിയാസിലൊക്കെ എന്താണ് ഇതുപോലത്തെ മൊണാസ്ട്രീസ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കാരണം റെയിനി സീസണിൽ മാത്രം എന്താണ് അവർക്ക് താമസിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊന്നാണ് വിഹാരങ്ങൾ. At the time went on, many supporters of the monks and nuns നൺസിന്റെയും മോങ്സിന്റെയും ഒക്കെ എന്താണ് അവരുടെ ആൾക്കാരൊക്കെ എന്താണ് ഇവർക്ക് എന്താണ് പെർമനന്റ് ആയിട്ടുള്ള ഷെൽട്ടേഴ്സ്, അതായത് വലിയ ആൾക്കാരൊക്കെ താമസിക്കുന്ന പെർമനന്റ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാർ എവിടെയാണെന്നറിയോ? അവർ താമസിക്കുന്ന എന്താ അവരുടെ താമസ സ്ഥലമാണ് വിഹാരങ്ങൾ എന്ന് പറയുന്നത്. ബുദ്ധിസ്റ്റ് ആണെങ്കിലും ജൈനിസ്റ്റ് ആണെങ്കിലും പിന്നെ നൺസ് ഒക്കെ ആണെങ്കിലും അവർക്ക് പെർമനന്റ് ആയിട്ട് താമസിക്കുന്ന ആ ഒരു പ്ലേസ് ആണ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? വിഹാരാസ് അല്ലെങ്കിൽ വിഹാരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ അവരുടെ സപ്പോർട്ടേഴ്സ് അല്ലെ, അതായത് അവരുടെ പെർമനന്റ് ഷെൽട്ടർ ആണ് എന്താ വിഹാരങ്ങൾ. ബുദ്ധിസ്റ്റുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, അവരൊക്കെ വിഹാരങ്ങളിലാണ് താമസിക്കുന്നത്. നൺസും മങ്സും ഒക്കെ എന്താണ് അവരൊക്കെ താമസിക്കുന്നത് വിഹാരങ്ങളിലായിരുന്നു. മൊണാസ്ട്രീസ് വിഹാരങ്ങളിലായിരുന്നു. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.